നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. ഏലൂർ നഗരസഭയിലെ ബോസ്കോ കോളനിയിൽ വെള്ളം കയറി 45ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി അടിമാലി ടൗൺ. കൂട്ടമായി എത്തുന്ന തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. വാഹനങ്ങൾക്ക് കുറുകെ ചാടിയും അപകടം. ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ഡ്രയർ മെഷീൻ മാസങ്ങളോളമായി ഉപയോഗശൂന്യം. മലപ്പുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ പ്രതിഷേധം. മഴ ശക്തമായാൽ ഉപകരണങ്ങൾ മുങ്ങിപ്പോകുമെന്നും നാട്ടുകാർ. കാലങ്ങളായി തകർന്ന റോഡ് നന്നാക്കാൻ നടപടിയില്ല. മൂന്നാർ വട്ടവടവാസികൾ പ്രതിഷേധത്തിൽ. ടോപ്പ് സ്റ്റേഷൻ മുതൽ പാമ്പാഴം ചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗം ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. ജോജി ജോസഫ് നിലവിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ജോജി ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് ആരും അന്ന് ധൈര്യപ്പെടുപോലുമില്ല. പക്ഷെ ആ ഒരു ലിജോന്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത്. പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാ? ഒരു ഫെസ്റ്റിവലിലോട്ടാണ്. ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട്. നിങ്ങൾ IFFKയിൽ അവരത് പ്രദർശിപ്പിച്ചില്ല. അവിടെ അത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമില്ല കാര്യം. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ പോലും വരില്ല. IFFKയിൽ തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു. അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു. അപ്പോൾ ഇത് ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാൾ ഞാനാണ്. എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല. ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല. പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ 2 പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും? എൻ്റെ സൗഹൃദം, എൻ്റെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദമല്ലേ. അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു, ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാൽ എനിക്കിതൊരു വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭീകരമായിട്ട്. കാരണം ആ കോൺഗ്രസിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ തെറിയുടെ ഒരു വിഷയം വന്നു. അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പോൾ പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറയാം. കാരണം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ്. വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയ പറയുന്നത്. മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്ന ഒരു സ്റ്റില്ലിട്ടിട്ട് ആനയുടെ അടുത്ത് എന്താ ചോദിച്ചിട്ട് എൻ്റെ ഡയലോഗാണ് വരുന്നത്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല. ഇത് എൻ്റെ ഫാമിലിയെ എഫക്റ്റ് ചെയ്തപ്പോൾ എൻ്റെ മോള് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു. അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലിരുന്നിട്ട് അതങ്ങ് പറഞ്ഞു പോയി. ഞാനത് പറഞ്ഞു. അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനിത് എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത്. എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം. അതിനു മുമ്പ് വരെ സംസാരമില്ല. ഇതൊരു ഫെസ്റ്റിവൽ പടമാണ്, ടോക്കില്ല. അല്ല എൻ്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ എന്നുള്ളതല്ല. എൻ്റെ പറച്ചിൽ എനിക്ക് തന്നെ പണിയാവാറുണ്ട്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ കമൽ സാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഹൈപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസാവെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത്. എന്നെക്കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല. അത് ഹൈപ്പായപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ദൈവമേ ഇതിനൊരു ഡൗൺ ഉണ്ടല്ലോ, അത് ഏത് വഴിക്കാണ് വരണേന്ന് ആലോചിച്ചതാണ് ഞാൻ. അപ്പോൾ അത് വന്നു. കാരണം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുന്ന പോലെ പറഞ്ഞു. ഞാനതല്ല ഉദ്ദേശിച്ചത്. എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിലായിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. ഞാൻ കണ്ട ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു? അല്ലെങ്കിൽ കിഷ്കിൻ്റെ ആന പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തു? പോട്ടെ, നായാട്ടം എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രക്കാട്ട് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാനത് ഉദ്ദേശിച്ചത്. അത് എന്നെക്കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നെ ആരും അഭിനന്ദിച്ചില്ല, എന്നോട് ആരും കരഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത്. മൊത്തം ചളാവാണ് സംഭവം.
നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളോ നിങ്ങളൊന്നും ചോദിച്ചു നോക്കുക. ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത്. എൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ്. പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ജിജോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഈ ഭാഷയെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് തങ്കച്ചേട്ടൻ എന്നാ പറയുന്നത്, നിങ്ങളുടെ ക്യാരക്ടർ. അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ, അതല്ല ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് തെറി അറിയാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ തെറി അറിയത്തിലുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതിൽ ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെയില്ല. എനിക്ക് തെറി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചു, ആ എഗ്രിമെന്റല്ലേ അവർ പുറത്തു വിടേണ്ടത്. അല്ല, അത് എന്താണെന്നറിയോ, ഞാൻ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല. ഞാനിതിപ്പോൾ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് അവർക്ക് ഗതികേടാണ്. മനസ്സിലായോ? ഞാനിപ്പോൾ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കൊന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ്. പൈസയുടെ ഒരളവ് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ടാണത്. അതെനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല. ഞാൻ പറഞ്ഞ അതാണ് എൻ്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പൊറിഞ്ചു എന്നുള്ള 2 സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി ഇതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ്. ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് സംബന്ധിച്ചൊരു എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ. ഏതാ അത് ഓഫ് കോഴ്സ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഊഹിച്ച് നോക്കിയാലോ. ഞാൻ പറയുന്നതല്ല, പൈസയല്ല എൻ്റെ ഒരു വിഷയം. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇത് ഉണ്ടാക്കിയൊരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഡാമേജ് ചില്ലറയല്ല. പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദയവ് ചെയ്ത് ഇത് മാറരുത്. കാരണം എന്താ വെച്ചാല് ഏതാ ഞാൻ വായിച്ചു. കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല, ഇത് ആ ഭാഷ ഉള്ളതാണ്, ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്, ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത്. എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ. ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം, എൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ടൊരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ടതിൻ്റെ ബേസിലാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ അത് വായിൽ വന്നത്. അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ കാലം കുറേ കാലം മുമ്പുള്ള കേസല്ലേ, ഇത് വിട്ടതാണ്. പക്ഷെ അന്ന് സംഭവിച്ചതിൻ്റെ കാര്യം 100% എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട്. ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ. IFKയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാണ്. ആരും ഒരു റിപ്ലൈ തന്നില്ല. എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല. അത് അന്നേ തീർന്നു പോകരുത്. എന്നെ ഒരാൾ ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നു, ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള ലെവലിൽ ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം എന്ന് ചിന്തിക്കുന്ന ആളാണ്. ലിജോനെതിരെ എന്നുള്ളതല്ല, ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു കാര്യം. എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. പല പ്രാവശ്യം ചോദിച്ചോട്ടും വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും ഇവരൊന്നും പറയില്ല. ഇന്ന് ലിജോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നത്. ഒരു ഇന്റർവ്യൂവിൽ അവർക്ക് പറഞ്ഞു എന്ന് പറയും. ലിജോ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, പൈസയുടെ കണക്കാണ് അതിനകത്ത് മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ചോദിച്ചോട്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഫെസ്റ്റിവലിൽ മാത്രമാണ് ഇവർ നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചോദിച്ചോട്ടെ അല്ലേ? ഇല്ല, നിരന്തരം തന്നെ പറയണത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു, ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരെ. നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു. ഞാൻ ഇതിന് പിന്നെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ. നിങ്ങൾ IFKയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ തെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസയ്ക്ക് വിൽക്കുന്നു, അത് വിറ്റ് ലാഭമാവുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എവിടെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിൻ്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട്
ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു കാര്യങ്ങൾ. അപ്പം അതാണ് ഇതൊരിക്കലും ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല. ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതല്ലല്ലോ. നിർമ്മാതാക്കൾ വിഷമത്തിലായി, അതുകൊണ്ടാണ് താനിങ്ങനെ ഒരു കുറിപ്പിടേണ്ടി വന്നത് എന്നാണ് ലിജോ പറഞ്ഞു വെക്കുന്നത്. അതെനിക്കറിയില്ല, ലിജോന്റെ വിഷമം അതായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ ഇപ്പോഴും പറയുന്നു. ഇപ്പോൾ എന്നോട് ഒരാൾ ചുരുളിയുടെ സംസാരം, പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല, നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു, അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കില്ല. കാരണം വെച്ചാൽ എൻ്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ല. തീർച്ചയായിട്ടും ഉണ്ട്. അതെ അതെ. അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഇത് യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല, ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് വായിച്ചപ്പോൾ. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നടന്നൊരു കാര്യം, അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്ന് ഏതാ ഉറപ്പായിട്ടും ചെയ്യില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല വിഷയം. എനിക്ക് ഇപ്പം എൻ്റെ സ്വഭാവമല്ലല്ലോ എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ അത് അവരെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയത്. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പം എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, നല്ല അസലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടതുകൊണ്ട് മാത്രം ആ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു, ഞാൻ അവിടെ അത് പറഞ്ഞതാണ്. പക്ഷെ അത് പൈസ എൻ്റെ സാലറീൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് പുറത്തു വിടണം. കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത്. ഏതാ ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു പോകുക, ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത്? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം, ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല. ലിജോൻ്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലി ഇട്ടുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ എനിക്കിതില്ല. പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ. ഞാൻ താങ്ക്ഫുള്ളാണ്. ഞാനിതൊരു വാഗ്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇത് വിഷയമായി. ഇപ്പം എൻ്റെ മുഖം രക്ഷിക്കണമാണ്, ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തു വിടണം. വീണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം. ഞാൻ വീണ്ടും അത് ചമ്മണ കേസാണല്ലോ, അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഇതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഏതാ അല്ല, അത് എഗ്രിമെൻ്റ് അധികം പുറത്തു വിട്ടിട്ട് നിങ്ങൾ വായിക്കില്ല. ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല, ഞാനൊരു ക്ലാരിഫിക്കേഷൻ. കാരണം വെച്ചാൽ ഞാൻ പറയുന്നതല്ല, എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ്. അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോൻ്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോൻ്റെ അടുത്ത് ചിരിച്ചളിച്ച ഒരാളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും. അപ്പോൾ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള കേസാണ്. അത് അവരുടെ റൈറ്റ്സ് അല്ലേ, ഞാൻ എന്ത് പറയാനാ? എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു. ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ്. ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ
നിങ്ങളതിനെങ്ങനെ കാണുന്നു എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് അവർ എഗ്രിമെൻ്റ് ഉണ്ട്. ഞാനിപ്പം ഇപ്പം ഞാനത് കൂടുതൽ പോകണമെന്നില്ല. ഇപ്പം എന്തായാലും എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയെന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല, ആ എഗ്രിമെൻ്റാണ് പുറത്തു വിടേണ്ടത്. അങ്ങനെ എന്തിന്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോന്നിയതാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഞാനിനി വേറെ ഒരു സംസാരം പോലും ഇല്ല. ഇത് എന്തുകൊണ്ട് സംസാരിച്ചു വെച്ചാൽ ഇതൊരു അപ്പോൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഈ ചർച്ച, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല. ഞാൻ എന്നെ അറിയുന്നവർ മനസ്സിലാക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലല്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത്. കാരണം നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇൻ്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം. കാരണം എൻ്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട്. അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ്. സൗഹൃദത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്. ആ സൗഹൃദത്തിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് വിട്ടു. ഞാൻ അതിൻ്റെ പേരിൽ 1.5 മാസം മുമ്പ് വരെ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിൻ്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ആ ഇൻ്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവള് സഫർ ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യങ്ങളിലെല്ലാം തന്നെ അവരോട് ചോദിച്ചു, മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ. അത് ഫോണിലൂടെയാണോ അതെയോ മെസ്സേജ് ആയിട്ടാണോ, എങ്ങനെയാണ് അവര് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്? എന്നിട്ടും മറുപടി ഇല്ല. ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. അല്ല, ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക്. ഇത് കത്തിക്കാനല്ല, ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണതാണ്. ദയവേത് അങ്ങനെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഞാനില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെക്കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകൾ അതായത് എന്നെ ആരും അഭിനന്ദിക്കാറുള്ളത് കരയുന്നൊരു പോസ്റ്ററാണ്, മൊത്തം ട്രോളും സാധനങ്ങളും. ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ 10-18 വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല. എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുക പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്. ചേട്ടാ, ഒറ്റൊരു കാര്യം, അതായത് ചേട്ടാ പറഞ്ഞല്ലോ പലതവണ 2 തവണ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇത് ലിജോയ്ക്ക് അറിയാമായിരുന്നു ചേട്ടൻ സംസാരിച്ച കാര്യം? തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ. ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്, എനിക്ക് ഇപ്പം ഞാനിതിൽ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം. ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിൻ്റെ പേരിലുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ എങ്ങനെ പറയാം, എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത്. എൻ്റെ പോലെ അല്ല. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു. പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പൈസയുടെ കാര്യം ഒരിക്കലല്ല. എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒരാള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഏതാ അല്ല, ഇത് വേറെ ലെവലിലാണ്. ഞാൻ അവരായിട്ടുള്ള അപ്പോൾ എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗഹൃദം തന്നെയാണ്. ഒരാളും വിളിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെൻ്റ് പുറത്തു വിടണം. ഞാൻ എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ട് അതിൽ. അത് വിടണം. അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട്
അത് ഓക്കെ, എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗസ്റ്റ് റോളായിട്ട്? അങ്ങനെ എങ്ങനെ ഗസ്റ്റ് റോളാവും? ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് വരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി അഭിനയിക്കേണ്ട കാര്യം? ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ അങ്ങനെ ഗസ്റ്റ് റോൾ അല്ല, അത് മെയിൻ ക്യാരക്ടറാ. ആ സിനിമയിലെ താങ്കൾ കുറെ സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്, അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല, അതിലെന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം, അതിലേറ്റവും ബെസ്റ്റായിട്ട് തീർ പറഞ്ഞ് ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ കിട്ടിയപ്പോൾ അപ്രിസിയേഷനും കിട്ടി, അതിൻ്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി. ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതിപ്പോഴും പറയുന്നു. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് പുറത്ത് വരണം. ഇങ്ങനെയൊക്കെ പോക്കരുത്തരം ഞാൻ ഇത്ര പൈസയ്ക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോൾ മാറ്റി പറയുന്നതാണെങ്കിൽ അത് അതനുസരിച്ചിട്ട് ഇറക്കി വിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എഗ്രിമെൻറ്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം. അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇത്രയും സഫർ ചെയ്ത് ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ. ഇത് എത്ര ദിവസമായിരുന്നു ഷൂട്ടിംഗ്? 3 ദിവസമായിരുന്നോ? അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല. അത് ഗസ്റ്റ് 3 ദിവസമൊന്നും ഒരിക്കലും അല്ല. അല്ല, എനിക്ക് 3 ദിവസം അല്ല, 3 ദിവസം അല്ല. നിങ്ങൾക്ക് ഉറപ്പണി അങ്ങനെ വിശ്വസിച്ചുള്ളൂ. എൻ്റെ അടുത്ത് 3 ദിവസം അല്ല. അല്ലല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ. അദ്ദേഹം വളരെ ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജോജു ജോർജ്. ചുരുളി സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല, എന്നാൽ അതിലെ ചില ഡയലോഗുകൾ തനിക്ക് പേഴ്സണൽ ഡാമേജ് ഉണ്ടാക്കിയെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ ചില്ലാക്സ് ഓഫർ വിജയികളെ പ്രഖ്യാപിച്ചു. എറണാകുളം ഇടപ്പള്ളി നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിൽ ഹൈബിയുടെ എംപി നിർവഹിച്ചു. ചില്ലാക്സ് ഓഫർ വിജയികൾക്ക് 10 മാരുതി എക്സ്പ്രസോ കാറുകളാണ് സമ്മാനമായി നൽകുന്നത്. നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, ഗ്രൂപ്പ് സിഇഒ PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ ജോയി NP എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നുണ്ടായതെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് സാരഥികൾ പറഞ്ഞു. ഗോപുനന്ദ് ജിമാർട്ട് ഇന്ന് വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിൽ മികച്ചു നിൽക്കുന്ന ഗോപുനന്ദ് ജിമാർട്ട് ഇന്നൊരു സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയൊരു സ്ഥാപനമായി കഴിഞ്ഞു. അത് ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കളുടെ സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഗോപുനന്ദ് ജിമാർട്ടിന് ഈ വിജയത്തിൽ എത്താൻ സാധിച്ചത്. ഇന്ന് കാണുന്ന ഈ കൂപ്പണുകളുടെ വിജയികൾ 10 വിജയികളെ ഓൾ കേരള പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഓണ സീസണിൽ ഞങ്ങൾ ബെൻസ ഓഫറിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞു. അതിന്റെ വിജയികൾക്ക് ബെൻസ് കാർ ഞങ്ങൾ സമ്മാനമായി നൽകി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ സീസണിൽ ഈ ഓണ സീസണിൽ വീണ്ടും ഞങ്ങൾ വരാണ് വലിയൊരു മഹാ ഓഫറുമായിട്ടാണ് വരുന്നത്. അത് അടുത്ത് തന്നെ ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കും. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ ചില്ലാക്സ് ഓഫർ സീസൺ 2ന്റെ നറുക്കെടുപ്പായിരുന്നു ഇന്നിവിടെ കഴിഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം 365 ദിവസവും ഓഫറുകളും അതിനുപരി ഗിഫ്റ്റുകളും സമ്മാനങ്ങളും ഒത്തിരിയായി കസ്റ്റമേഴ്സിനെ വരവേൽക്കുന്നതാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ട്. എല്ലാവരും ഇനി അടുത്തൊരു സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓണം സീസണാണ്, അതിനുടൻ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റണ്ണിംഗ് ആയി നടക്കുന്ന ഓഫർ മഴയാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം മഴ സീസണാണ്. അപ്പോൾ ഒത്തിരി പ്രൊഡക്ട്സുകൾ നമുക്കുണ്ട് മഴയുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ. ഇതുവരെ ഗോപുനന്ദ് ജിമാർട്ട് 1000ഓളം വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 43 വർഷത്തിൽ നമ്മൾ കഴിഞ്ഞ ഓണം സീസണിന്റെ ഭാഗമായിട്ട് ബെൻസ ഓഫറിൽ 6 വിജയികളെ നമ്മൾ സമ്മാനിച്ചു. ഇപ്പോൾ ഈ വർഷത്തിൽ തന്നെ വീണ്ടും നമ്മളൊരു 10 വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഓണക്കാലത്ത് വീണ്ടും നമ്മൾ നല്ലൊരു ഓഫറുമായി വരുന്നുണ്ട്. ഇതെല്ലാം ഗോപുനന്ദ് ജിമാർട്ടിന്റെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടും ദൃശ്യമാധ്യമ രംഗത്തുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഗോപുനന്ദ് ജിമാർട്ട് ഇതുപോലെ വിജയികളെ സമ്മാനിക്കാനും നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല ഓഫറുകൾ കൊടുക്കാനും സാധിച്ചത്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.